കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് പുതിയ തലത്തിലേക്ക്. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC മോഹനൻ കുന്നുമ്മൽ തിരിച്ചയച്ചു. VC രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പൻ ഫയലുകളിൽ ഒപ്പിട്ട് തുടങ്ങി. KS അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിനും VCക്ക് എതിർപ്പുണ്ട്. VCക്ക് മിനി കാപ്പനുമെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു. സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് തെറ്റായ ചില നടപടികൾ ഡോക്ടർ സിസ തോമസ് 8 ദിവസത്തേക്ക് താൽക്കാലിക വൈസ് ചാൻസലറായി വന്ന ഡോക്ടർ സിസ തോമസ് നടത്തിയിരിക്കുന്നത് തികച്ചും സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ്. സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ്. രജിസ്ട്രാർ ഇല്ലെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാറുടെ ചുമതല കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ്, അത് ലംഘിച്ചിരിക്കുകയാണ്. ഇവിടെ ആർക്കാണ്ടോ ഒരു താൽക്കാലികമായി ചുമതല കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫയലൊക്കെ നോക്കുന്നതെന്ന് പറയുന്നില്ലയോ ഒരു രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നവർ. വിജിൻ വായന്തോട് വിശദാംശം നൽകും. വിജിൻ, സിൻഡിക്കേറ്റ് നിയോഗിച്ച രജിസ്ട്രാർക്കെതിരെ VC മോഹനൻ കുന്നുമ്മൽ കടുത്ത പ്രതികാര നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടിന്റെ ലംഘനമാണ് എന്ന് പറഞ്ഞു നിൽക്കുകയാണോ? സിൻഡിക്കേറ്റിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, എന്തായാലും ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് വീണ്ടും അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഇക്കാര്യത്തിൽ VC താൽക്കാലിക ചുമതല നൽകിയ മിനി കാപ്പന് ഫയലുകൾ നോക്കാനോ ഫയലുകളിൽ ഒപ്പിടാനോ അധികാരമില്ല. അങ്ങനെയുള്ള അസാധാരണ സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതമുണ്ടാക്കും. അവർക്കെതിരായ കർശനമായ നടപടിക്ക് സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകേണ്ടി വരും എന്നുള്ളതാണ് നിലവിലിപ്പോൾ സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അടിയന്തരമായി സിൻഡിക്കേറ്റ് വീണ്ടും വിളിച്ചു ചേർക്കാൻ VCക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ താൽക്കാലിക വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഈ മിനി കാപ്പിന് അധികാരങ്ങൾ കൈമാറിക്കൊണ്ടുള്ള നീക്കമാണ് നടത്തിയത്. 3 ഫയലുകൾ, പ്രധാനപ്പെട്ട 3 ഫയലുകൾ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ അത് VC തിരിച്ചയച്ചു. പകരം 25ഓളം വരുന്ന ഫയലുകൾ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഇങ്ങനെ പോര് മുറുകുകയാണ് കേരള സർവകലാശാലയിൽ വീണ്ടും. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള അധികാര പ്രശ്നങ്ങളും ഭരണപ്രതിസന്ധിയും സർവകലാശാലയിലില്ല. നിലവിൽ VC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങളാണ് സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നുള്ള നിലപാടാണ് നിലവിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചതിനെയോ രജിസ്ട്രാറുടെ നടപടി റദ്ദാക്കിയതിനെയോ എതിരായി ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ അത് നിലനിൽക്കുമായിരുന്നെങ്കിൽ സിസ തോമസും ഒപ്പം തന്നെ നിലവിലുള്ള വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലും സിൻഡിക്കേറ്റ് യോഗത്തിനെതിരെ തിരിയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നടപടിയും സ്വീകരിക്കാത്തത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റിനാണ് പൂർണ്ണമായ അധികാരം എന്ന് വ്യക്തമായതോടെയാണ്. ഒപ്പം തന്നെ ആർക്കെങ്കിലും ചുമതല നൽകണമെങ്കിൽ, രജിസ്ട്രാറുടെ ചുമതല നൽകണമെങ്കിൽ അതും സിൻഡിക്കേറ്റ് യോഗത്തിനാണ് തീരുമാനം എടുക്കാൻ കഴിയുക എന്ന് വീണ്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ വൈസ് ചാൻസലർ അർദ്ധരാത്രിയിൽ ഒക്കെ ഇറക്കുന്ന ഉത്തരവുകൾ പ്രകാരം ഓരോ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. വയലേഷനാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും സിൻഡിക്കേറ്റ് എന്തുകൊണ്ട്